ഹേ പി എസ് സി ആസ്പിരൻസ്, വെൽക്കം ടു അനദർ സ്റ്റഡി ബ്ലോഗ്. ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഒന്ന് രണ്ട് ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിലുണ്ടല്ലോ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. ഇതിൻ്റെ ഇടയിൽ അൺപ്ലാനഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കയറി വരും. അതിപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിലാണുള്ളത്. ഈ സമയം നാട്ടിലേക്ക് വരിക എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്തതല്ലായിരുന്നു. വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതുകൊണ്ട് വന്നതാണ്. ഈ ഫെബ്രുവരി മന്ത് ഞാൻ കംപ്ലീറ്റ് മിക്കവാറും നാട്ടിൽ തന്നെ ആയിരിക്കും. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ബുക്സ് ഒന്നും അധികം എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ SCERTയുടെ എന്തൊക്കെ പഠിക്കണം ചാപ്റ്റേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. കാരണം ഞാൻ വരുന്ന സമയത്ത് അറിവിടത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ബുക്കും എടുത്തിട്ട് വരുന്നത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് മാത്രം ഞാൻ പോകുന്നത് വരെ അത് മാത്രം കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ എക്സാം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോഴ്സിനൊന്നും അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് എക്സാം എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എഴുതുമ്പോഴും 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട്, കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, അതിൽ വിവരാവകാശം വരുന്നുണ്ട്, മനുഷ്യാവകാശം വരുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് അറിയുന്നത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ? കൺസിസ്റ്റൻസി ഉണ്ടോ? പിന്നെന്താ ഓൺലൈൻ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഊർജ്ജം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ വന്നൊരു കമൻറ്റാണ്. ഞാൻ ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ക്ലാസ് ഉണ്ട്, ആപ്പിൽ ഇംഗ്ലീഷ് വൊക്കാബുലറീൻ്റെ ക്ലാസ് ഉണ്ട്. പക്ഷേ ആ ക്ലാസ്സിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റയടിക്ക് എല്ലാം ഒന്നിച്ച് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ അരമണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ സിനോണിംസ് കംപ്ലീറ്റ് ആയിട്ട് ആ അരമണിക്കൂറും സിനോണിംസ് ആണ് പറയുന്നത്. ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വൊക്കാബുലറി ഇങ്ങനെ പഠിച്ചിട്ട് എൻ്റെ തലയിൽ കയറാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പാർട്ട് PYQ നോക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യലുണ്ട്. പക്ഷേ എല്ലാ ദിവസവും നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. PYQ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് തന്നെയാണ്. നമ്മൾ ബുക്ക് നോക്കി പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. ഈ വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ച PYQ റിലേറ്റഡ് വീഡിയോസ് കാണുന്ന സമയത്ത് അതിലെന്തെങ്കിലും കണക്ഷൻ കോഡ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ചാനലിൻ്റെ ക്ലാസ് മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യില്ല. ജസ്റ്റ് എനിക്കിപ്പോൾ ഇഡിയംസ് ആണ് പഠിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇഡിയംസ് ഒന്ന് സെർച്ച് ചെയ്യും. പക്ഷെ ഞാൻ അധികം ഇത് മാത്രമായിട്ട് ഞാൻ പഠിക്കലില്ല. അതായത് ഇഡിയം മാത്രമായിട്ട് പഠിക്കുന്നില്ല. ഒരു ദിവസം ഒരു 2-3 ഇഡിയംസ്, അതിൻ്റെ കൂടെ 1-2 സിനോണിംസ്, അതിൻ്റെ കൂടെ അതുപോലെ എന്തെങ്കിലും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പഠിക്കുക. ഒരു 10 വൊക്കാബുലറി പഠിച്ചാൽ മതി ഒരു ദിവസം. ഇപ്പോൾ ഡെയിലി 10 വൊക്കാബുലറി പഠിക്കാൻ പറ്റൂല്ലെങ്കിൽ തന്നെ ഒരു 3-4 ദിവസം പഠിക്കുക. ബാക്കിയുള്ള ആ വീക്കിലെ ദിവസം ഈ പഠിച്ച് എഴുതി വെച്ച കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാം, റിവിഷൻ ചെയ്യാം. അപ്പോൾ ഏകദേശം മൈൻഡിൽ നിൽക്കും ഈ ഒരു കാര്യം. എന്നിട്ട് വീണ്ടും പുതിയത് പഠിക്കാം. ഈ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വേറൊരു കമൻറ്റാണ്. ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ പഠിക്കുക എന്നുള്ളത്. അതിന് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ഇവർ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ക്ലാസ് ഉണ്ട്. ഒന്ന് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിസ്റ്ററി ടൈപ്പ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഹിസ്റ്ററിയിലൊക്കെ അധികം ഉണ്ടാവുക. അങ്ങനെയുള്ള ക്ലാസ് ആണെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് PDF കിട്ടുമല്ലോ. ക്ലാസ്സിൻ്റെ സൈഡിൽ പോയാൽ നമുക്ക് ഒരുവിധം എല്ലാ ആപ്പുകൾക്കും അങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ PDF എടുത്തിട്ട്, ക്ലാസ് നോട്ട്സിൻ്റെ PDF എടുത്തിട്ട് റീഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ക്ലാസ്സിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. PDF വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറക്കുക അതിൽ ഇയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കട്ടിയുള്ള പേരുകളുണ്ടാവുമല്ലോ മനുഷ്യന്മാരുടെ, അതേപോലെ സ്ഥലങ്ങളുടെ പേരുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മറക്കുക. അപ്പോൾ അതുപോലെ മറന്നു പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടി തന്നെ നോക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക, ക്ലാസ് കാണുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതൊരു ശരിക്കും ഒരു റിവിഷനാണ് ക്ലാസ് കാണുമ്പോൾ. പിന്നെ ക്ലാസ് കാണുന്ന സമയത്ത്
കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിട്ട് 2x അങ്ങനെ ഇട്ടിട്ട് കാണാൻ നോക്കുക. അപ്പോൾ കുറച്ച് വേഗം കംപ്ലീറ്റ് ആവും. ഇത് എല്ലാ ടോപ്പിക്കിനും നടക്കില്ല കേട്ടോ. ഇപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് ആ PDF വായിച്ചാൽ വലുതായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ അങ്ങനെ എന്തെങ്കിലും സയൻസ് സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ക്ലാസ് തന്നെ കാണണം. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. ടൈം എടുത്ത് പഠിച്ച് മനസ്സിലാക്കി എടുക്കണം. പിന്നെ അത് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, അധികം ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം സിലബസ് കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് മൊത്തം എങ്ങനെ പഠിച്ച് തീർക്കും, എപ്പോൾ പഠിച്ച് തീർക്കും എന്നുള്ള ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അതിന് നല്ലത്, ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഇന്ന് എത്ര വൃത്തിയിൽ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും, ഇന്നത്തെ ദിവസം മാത്രം ഫോക്കസ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ പഠിച്ച് അത് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഒരുപാട് അങ്ങോട്ട് കടന്ന് ചിന്തിച്ചാൽ നമുക്ക് പഠിക്കാനേ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ഓവർ തിങ്കിങ് ആദ്യം നിർത്തുക. നമ്മളെ കൊണ്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വൃത്തിയായി സെറ്റാക്കി വെക്കുക. ഈ ഓവറായിട്ട് നമ്മൾ കടന്ന് ചിന്തിക്കുന്ന സമയത്തെ നമുക്ക് ഇന്നത്തെ ദിവസം പോവുകയും ചെയ്യും, അധികം പഠിക്കാനും പറ്റില്ല. പിന്നെ ടെൻഷനായി, സ്ട്രെസ്സായി, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വരെ നമ്മൾ ചിന്തിക്കും, ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതിന് നല്ലത് ഇന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ PYQ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ പറഞ്ഞാൽ ഇത് കുറച്ച് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine.